ഹേ വിശ്വസിച്ചവരെ, നിങ്ങൾ ദൈവഭക്തരാവുക, നല്ലത് മാത്രം പറയുക. ആമുഖമായി ഒരു രക്ഷിതാവ് എന്നുള്ള നിലക്ക് എന്നോടും നിങ്ങളോടും എനിക്ക് ഓർമ്മിപ്പിക്കാനുള്ളത് ഇതാണ്: ദൈവഭക്തരാവുക, നല്ലത് മാത്രം പറയുക. അനസ് റളിയല്ലാഹു അൻഹു, നമുക്കറിയാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ ഒരുപാട് കാലം അദ്ദേഹത്തിൻ്റെ കൂടെ സന്തത സഹചാരിയായിട്ടുണ്ടായിരുന്ന ആളായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ പോലും എന്നോട് കോപിക്കുകയോ മോശമായി സംസാരിക്കുകയോ ചെയ്തിട്ടില്ലാത്ത ഒരാളായിരുന്നു എന്നാണ് വ്യക്തമാക്കിയിട്ടുണ്ടായിരുന്നത് അദ്ദേഹം. രക്ഷിതാവ് എന്നുള്ളൊരു പദവി പടച്ച തമ്പുരാൻ നമുക്ക് ഏവർക്കും ചാർത്തി തന്ന സമയത്ത് നമ്മൾ എത്രത്തോളമാണ് നമ്മുടെ വീടകങ്ങളിലും പുറങ്ങളിലും ഈ ഒരു പദവിയുമായി ബന്ധപ്പെട്ട് കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നതും ചെയ്യുന്നതും എന്നുള്ളത് സ്വന്തമായി ഓരോരുത്തരും ചിന്തിക്കേണ്ടതുണ്ട്. പുതിയ തലമുറ എന്ന് പറയുമ്പോൾ നമുക്ക് ഓരോരുത്തർക്കും അറിയാം, പെട്ടെന്ന് മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കുന്ന നമ്മുടെ മക്കൾ. ഇന്ന് രാവിലെ കാണുന്ന കുട്ടിയല്ല ഇന്ന് വൈകുന്നേരം നമ്മൾ കാണുന്നത്. പൊടുന്നനെയാണ് അവർ മാറിക്കൊണ്ടിരിക്കുന്നത്. അവരുടെ സ്വഭാവത്തിൽ ട്രാൻസ്ഫോർമേഷൻ ഇങ്ങനെ സംഭവിച്ചുകൊണ്ടിരിക്കാം. ഇന്നലെ നീ ഇങ്ങനെ ആയിരുന്നില്ലല്ലോ പറഞ്ഞത്, ഇന്നിപ്പോൾ എന്താ ഈ രീതിയിൽ, ഇന്നലെ നീ ഇങ്ങനെ ആയിരുന്നല്ലോ ചെയ്തിരുന്നത്, ഇന്നെന്താ ഒരു മാറ്റം എന്ന് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് അവരോട് തന്നെ ചോദിച്ചു കൊണ്ടിരിക്കുന്ന ഒരവസ്ഥയാണ്. സാഹചര്യങ്ങൾ മാറുന്നതിനനുസരിച്ച് നമ്മുടെ തലമുറയിലുള്ള മക്കളും ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ ജനറേഷനെക്കുറിച്ച് വ്യക്തമായി അവബോധമുള്ള, പഠിച്ചിരിക്കേണ്ട ഒരാളായിരിക്കണം ഓരോ രക്ഷിതാവും. നമുക്കറിയാം, നമ്മുടെയൊക്കെ മക്കൾ ഒരു ജനറേഷൻ ആൽഫ, അതല്ലെങ്കിൽ ജെൻ സി എന്നൊക്കെ അറിയപ്പെടുന്ന തലമുറകളിൽ പെടുന്ന പുതിയ തലമുറയുടെ വക്താക്കളാണ്. ഇവരെ കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇവരുമായി അപ്പോൾ ഇവരെ സ്ഥിരമായിട്ട് കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുന്നത്, ഇവരുമായി യാതൊരു വിധത്തിലും ഇവരുടെ അപ്ഡേഷൻ അനുസരിച്ച് മാറാത്തൊരു രക്ഷിതാവാണ് എന്നുണ്ടെങ്കിൽ വളരെ പ്രയാസകരമായിരിക്കും പുതിയ കാലഘട്ടത്തിലെ രക്ഷാകർതൃത്വം എന്ന് പറയുന്നത്. നമുക്കറിയാം, ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ വിദ്യാഭ്യാസം നേടിയിട്ടുള്ള ഒരു തലമുറ പുതിയ കാലഘട്ടത്തിലെ മക്കളാണ്. ശരിയല്ലേ? അവരുടെ വിദ്യാഭ്യാസപരമായിട്ടുള്ള കഴിവുകളും ഉയർച്ചകളും വളർച്ചകളും നാം കാണുന്ന സമയത്ത് നമുക്കത് വ്യക്തമായി മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. ഇപ്പോൾ നമ്മുടെ മുന്നിലിരിക്കുന്ന കുട്ടിയോട് നമ്മൾ വലുതാകുമ്പോൾ നിനക്ക് എന്താവാനാണ് ആഗ്രഹമെന്ന് ചോദിച്ചാൽ വ്യക്തമായ ഒരു ജോലി, ഒരു പൊസിഷൻ അവന് പറയാൻ അറിയില്ല. അറിയാത്തതിൻ്റെ കാരണം പലർക്കും, കാരണം സാധാരണയായിട്ടുള്ള ഡോക്ടർ, എൻജിനീയർ എന്നുള്ളൊരു സിസ്റ്റത്തിൽ നിന്ന് മാറി അവർ മികച്ച പല പദവികളും പല ജോലി സാധ്യതകളും കണ്ടുകൊണ്ടിരിക്കുകയാണ്. ചില കുട്ടികൾ നമ്മളെടുത്ത് പറയാറുള്ളത്, ഞാൻ വലുതാകുന്ന സമയത്ത് ഒരു ജോലിയിൽ എത്തി നിൽക്കുന്ന വലുതാകുന്ന ഒരു ജോലി നേടുന്ന അവസ്ഥയിൽ എത്തി നിൽക്കുന്ന സമയത്ത് ഇന്ന് ഇവിടെ കാണപ്പെടുന്ന ജോലികളല്ല ഉണ്ടാവുക, എല്ലാം മാറിയിട്ടുണ്ടാവും. അതുകൊണ്ട് ഞാൻ എന്തായി തീരണമെന്നുള്ളത് ഇപ്പോൾ എനിക്ക് നിശ്ചയിക്കാൻ പറ്റില്ല. അപ്പം ഇത്തരത്തിൽ നിരന്തരമായി മാറിക്കൊണ്ടിരിക്കുന്ന ഒരവസ്ഥയാണ്. അവരവരുടെ സന്തോഷങ്ങളും സങ്കടങ്ങളൊക്കെ സ്ഥിരമായിട്ട് ഇങ്ങനെ റീൽസായിട്ട് പോസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയും ഭാവിയിലെ ഡിജിറ്റൽ അവസരങ്ങളെക്കുറിച്ച് നല്ല വ്യക്തമായ കാഴ്ചപ്പാടോടുകൂടി പഠിച്ചുകൊണ്ടിരിക്കുകയും കുടുംബത്തോടും സമൂഹത്തോടും കൂടുതൽ ഇടപഴകാതെ അവരുടെ സ്വകാര്യതകളിൽ മാത്രം ഒഴുകിയിരിക്കുകയും ചെയ്യുന്ന ഒരവസ്ഥയൊക്കെയാണ്. അതുകൊണ്ട് തന്നെ നമുക്കറിയാം, ഈ ഒരു ജനറേഷനെ വ്യക്തമായി പഠിച്ചെങ്കിൽ മാത്രമേ ഒരു രക്ഷിതാവ് എങ്ങനെ ആയിരിക്കണം എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. എവിടെയാണ് അവർ നിൽക്കുന്നത്, എവിടെയാണ് അവർ ഇടപഴകുന്നത്? ഒരു വാതിൽ മാത്രം അടച്ച് അവരവരുടെ ലോകങ്ങളിൽ 1000 വാതിലുകൾ തുറന്ന് ഈ ലോകത്തിലെ പലരുമായി സുഹൃത്ബന്ധം സ്ഥാപിക്കുകയും എന്നാൽ വീടിൻ്റെ തൊട്ടപ്പുറത്തും ഇപ്പുറത്തുള്ള ആൾക്കാരെക്കുറിച്ച് തീരെ അറിയാതിരിക്കുകയും സ്വന്തം മാതാപിതാക്കളോട് പോലും കൂടുതൽ സമയം സംസാരിക്കാനോ അവരുമായിട്ട് ഇടപഴകാനോ ഇഷ്ടപ്പെടാതിരിക്കുകയും ചെയ്യുന്ന ഒരവസ്ഥയാണ്. ഇതാണ് ജനറേഷൻ ആൽഫ, അതുപോലെ തന്നെ ജെൻ സി എന്നൊക്കെ പറയുന്ന ഒരു കമ്മ്യൂണിറ്റിയുടെ മക്കളുടെ ഒരു അവസ്ഥ എന്ന് പറയുന്നത്.
പക്ഷേ ഇവരെ നമുക്ക് ഡിജിറ്റൽ ഉപയോഗങ്ങളിൽ നിന്നോ അതുമൂലമുള്ള മറ്റു പ്രത്യാഘാതങ്ങൾ ഉണ്ടാകുമെന്ന് ഭയന്നിട്ടോ പൂർണ്ണമായിട്ടും വിലക്കാൻ പാടില്ല. പൂർണ്ണമായിട്ട് വിലക്കാൻ നമുക്ക് കഴിയുകയുമില്ല. നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിക്കൊണ്ട് ഇതിൻ്റെ വരും വരായികകളെ കൃത്യമായി ബോധ്യപ്പെടുത്തിക്കൊണ്ട് മുന്നോട്ട് കൊണ്ടുപോയാൽ മാത്രമേ നമുക്കൊരു മികച്ച രക്ഷാകർത്താവാനും അതുപോലെ തന്നെ നമ്മുടെ കുട്ടികളെ യഥാർത്ഥ പാതയിൽ ശരിയായ ദിശ കാണിച്ചു കൊടുത്ത് മുന്നോട്ട് കൊണ്ടുപോകാനും പറ്റുകയുള്ളൂ എന്നുള്ളതാണ്. അപ്പോൾ ഒരു ഫാമിലിയിൽ, ഒരു കുടുംബത്തിൽ എത്ര സമയമാണ് സ്ക്രീൻ ടൈം എന്നുള്ളത് നിജപ്പെടുത്തേണ്ടതുണ്ട്. എത്ര സമയമാണ് ഉപ്പയും ഉമ്മയും മുതിർന്ന സഹോദരന്മാരും സഹോദരിമാരും അതോടൊപ്പം തന്നെ മക്കളും ഈ മൊബൈൽ ഫോൺ പോലെയുള്ള സ്ക്രീൻ അഡിക്ഷൻ ആയിട്ടുള്ള സംഭവങ്ങൾ എത്ര സമയം ഉപയോഗപ്പെടുത്തുന്നുണ്ട്? കൃത്യമായ ഒരു സമയം അതിന് വെക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ രക്ഷിതാക്കൾ പറഞ്ഞു കൊടുത്തിട്ട് അത് കേട്ട് പഠിക്കുന്ന ഒരു തലമുറയിൽ നിന്നും കുട്ടികൾ മാറിക്കഴിഞ്ഞു. അവർ മിക്ക കാര്യങ്ങളും സ്ക്രീനിലൂടെ, ഡിജിറ്റൽ ഡിവൈസുകളിലൂടെ കണ്ടുകൊണ്ടാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. കണ്ടു പഠിക്കുന്ന ഒരു തലമുറയായതുകൊണ്ട് തന്നെ അവർക്ക് കാണണം, വ്യക്തമായി നമ്മൾ പറഞ്ഞു കൊടുക്കുന്ന കാര്യങ്ങൾ നമ്മുടെ ജീവിതങ്ങളിൽ ദർശിച്ചാൽ മാത്രമേ, കണ്ടു കഴിഞ്ഞാൽ മാത്രമേ അവർ അത് സ്ഥിരമായിട്ട് ചെയ്യുന്നൊരു ശീലത്തിലേക്ക് വരികയുള്ളൂ. അതുകൊണ്ട് തീർച്ചയായും രക്ഷിതാക്കൾ ഏറ്റവും നല്ല മാതൃകയായി മാറുക എന്നുള്ളതാണ്. വളരെ ഹെൽത്തി ആയിട്ടുള്ള റിലേഷൻഷിപ്പ് ആവശ്യമാണ്. തുറന്ന ആശയവിനിമയം അത്യാവശ്യമാണ്. അത് ഉമ്മയും ബാപ്പയും മക്കളും, അതുപോലെ തന്നെ മക്കളും മാതാപിതാക്കളും വല്യമ്മയും വല്യപ്പന്മാരും എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും നിരന്തരമായി തുറന്ന ഇടപഴകിക്കൊണ്ടുള്ള ഒരു ആശയവിനിമയം ഉണ്ടെങ്കിൽ മാത്രമാണ് അത് സാധ്യമാവുക എന്നുള്ളതാണ്. ഇപ്പോൾ ഡിജിറ്റൽ ഹാബിറ്റ് അത് ക്രിയേറ്റീവായിട്ടുള്ള ചില കാര്യങ്ങളിലേക്ക് ഈ ഡിവൈസുകളുടെ ഉപകരണത്തെ കൊണ്ടുവന്നിട്ടില്ലെങ്കിൽ നിർബന്ധമായും ആ ഒരു അവസ്ഥ നമ്മുടെ കുടുംബങ്ങളിൽ നമ്മൾ സൃഷ്ടിച്ചിട്ടില്ലെങ്കിൽ തീർച്ചയായും നമ്മുടെ കുടുംബം ശിഥിലമായി പോകുന്നുള്ളത് ഉറപ്പാണ്. ഇത് ഞാൻ വെറുതെ പറയുന്നതല്ല പ്രിയപ്പെട്ടവരെ, ഒരുപാട് അനുഭവങ്ങൾ ഉള്ളതുകൊണ്ട് ആ രീതിയിലൂടെ സംസാരിച്ചു പോകുന്നതാണ്. നമുക്കറിയാം പുതിയ കാലഘട്ടത്തിൽ കുറേ ടെക്നോളജിക്കൽ ടേംസുകളുണ്ട്. ഇപ്പോൾ DFRAG എന്ന് പറയുന്നത് ഡിജിറ്റൽ ഫ്രാഗ്മെൻറ്റേഷൻ ആണ്. ഇപ്പം നിങ്ങളോട് നിന്നെ തീരെ കണ്ടിട്ടില്ലായിരുന്നല്ലോ, കുറേ കാലമായല്ലോ കണ്ടിട്ട്, എന്താ ഇപ്പം കുടുംബത്തിലേക്കൊന്നും വരാത്തത് എന്നൊക്കെ കുടുംബക്കാരൊക്കെ ചോദിക്കുമ്പോൾ ഞാനും നിങ്ങളൊക്കെ സ്ഥിരമായിട്ട് പറയുന്ന മറുപടി ഒന്നിനും സമയം തികയുന്നില്ല എന്നുള്ളതാണ്. ശരിയല്ലേ? ഒരു സമയമില്ല. എന്നാലോ ഇതുപോലെ തന്നെ നമ്മുടെ വീടിൻ്റെ ഉള്ളിലുള്ള വീട്ടിലെ ജോലികളോ അതും കൃത്യമായിട്ട് ചെയ്തു തീർക്കാൻ നമുക്ക് പറ്റുന്നില്ല. പല കാര്യങ്ങളും നമ്മളെ വീടകങ്ങളിലുള്ളത് പെൻഡിങ്ങിലാണ്. സമയാസമയത്തിന് കൃത്യമായി ജോലികളും ഉത്തരവാദിത്തങ്ങളും ചെയ്തു തീർക്കാൻ നമുക്ക് പറ്റുന്നില്ല. കാരണം എന്താണെന്ന് ചോദിക്കുമ്പം എന്താണെന്നറിയില്ല, സമയം തികയുന്നില്ല. ഈ സമയം തികയാത്ത നമുക്ക്, തീരെ സമയമില്ലാത്തത് കൊണ്ട് പല പല നല്ല കാര്യങ്ങളും മാറ്റിവെക്കുന്ന നമുക്ക് ഒരു റെസ്റ്റോറൻറ്റ് പോയി കഴിഞ്ഞാൽ അവിടെ ഫുഡ് ഓർഡർ ചെയ്ത് 1 മണിക്കൂർ വേണമെങ്കിലും നമ്മളിരിക്കും. അതിന് നമുക്ക് സമയമുണ്ട്. അപ്പോൾ അവിടെ നമ്മുടെ താല്പര്യങ്ങളാണ് കാര്യങ്ങളെ നിയന്ത്രിക്കുന്നത്. ഈ ഡിജിറ്റൽ ഫ്രാഗ്മെൻറ്റേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിരന്തരമായി ഓൺലൈനിൽ മുഴുകിക്കൊണ്ടിരിക്കുക എന്നുള്ളൊരവസ്ഥയാണ്. അപ്പോൾ ഇന്ന് ഇവിടെ ആയതുകൊണ്ട് മാത്രം നമുക്ക് സ്ഥിരമായിട്ട് എന്തൊക്കെ മെസ്സേജുകൾ വന്നു പോയി എന്നുള്ളത് ചെക്ക് ചെയ്യാനും നോക്കാനും അതിന് മറുപടി കൊടുക്കാനും പറ്റാത്തതുകൊണ്ടായിരിക്കാം. എന്നാൽ പറ്റുന്ന ഒരവസ്ഥയിലാണ് എന്നുണ്ടെങ്കിൽ നിരന്തരമായി നമ്മൾ നമ്മുടെ മൊബൈൽ ഫോണുകളിലാവുന്ന സമയത്ത് എല്ലാ കാര്യങ്ങളിലെയും നമ്മളെ ശ്രദ്ധ ഇങ്ങനെ പതറിപ്പോകും, ചിതറിപ്പോകും. അതുകൊണ്ട് തന്നെ ഒന്നിലും കൃത്യമായിട്ട് മുഴുവനായിട്ട് ശ്രദ്ധ പതിപ്പിച്ചിരിക്കാൻ നമുക്ക് പറ്റുന്നില്ല. ഒരു ഉദാഹരണം പറയാം. രാവിലെ ഉണർന്നു കഴിഞ്ഞാൽ ഇത് എത്രത്തോളം ഡിജിറ്റൽ പൊല്യൂഷൻ നമ്മുടെ കുടുംബങ്ങളിൽ വന്നു എന്നുള്ളതിനൊരു ഉദാഹരണം. രാവിലെ നമ്മൾ ഉറക്കത്തിൽ നിന്ന് 4 മണിക്കോ 5 മണിക്കോ എണീക്കുന്ന സമയത്ത് പ്രാർത്ഥനയൊക്കെ ചൊല്ലി നമ്മൾ നമ്മുടെ പ്രഭാത കർമ്മങ്ങളിലേക്ക് പോകാൻ വേണ്ടി ഒരുങ്ങുമ്പോൾ ആദ്യം തന്നെ നമ്മൾ എടുക്കാറുണ്ടായിരുന്നത് നമ്മുടെ ബ്രഷും പേസ്റ്റും ആയിരുന്നു. പക്ഷേ ഇപ്പോൾ ആദ്യം തന്നെ നമ്മൾ എടുക്കുന്നത് അതല്ല. ഇനി ഉറക്കത്തിൽ എങ്ങാനും ഇടയ്ക്ക് 1 മണിക്കോ 2 മണിക്കോ ഉണർന്നു പോയാലും ആദ്യം നമ്മൾ കയ്യിലേക്ക് എടുക്കുന്നത്, ഒരു ഗ്ലാസ് വെള്ളം കുടിക്കാനോ ടോയ്ലറ്റിൽ പോകാനോ ആണെങ്കിൽ ആദ്യം നമ്മൾ കയ്യിലേക്ക് എടുക്കുന്നത് ആ വെള്ളത്തിൻ്റെ ജഗ്ഗോ ഗ്ലാസ്സോ അല്ല. ഉറങ്ങുന്ന സമയത്തും ഇതുപോലെ തന്നെ പ്രാർത്ഥനയൊക്കെ ചൊല്ലി സമാധാനത്തോട് കിടന്നുറങ്ങേണ്ട ഒരു കുടുംബം ഉറങ്ങുന്നതും ഇതിലൂടെയാണ്.
അപ്പോൾ ഏറ്റവും നല്ലൊരു മനസ്സ്, സബ് കോൺഷ്യസ് മൈൻഡ്, ഒരു ഉപബോധ മനസ്സിലായിരിക്കുന്ന ഒരു മനുഷ്യൻ ഉറങ്ങാൻ ഒരുങ്ങുമ്പോഴും ഉണരാൻ തുടങ്ങുമ്പോഴും ക്രിയേറ്റീവായിട്ടുള്ള ഏറ്റവും നല്ല ശാന്തമായിട്ടുള്ള ഒരു സമയത്ത് ഈ ലോകത്തിലെ എല്ലാവരുടെയും പ്രശ്നങ്ങളും പ്രതിസന്ധികളും പ്രയാസങ്ങളും അങ്ങേയറ്റത്തെ സന്തോഷങ്ങളും ഇത് തലേ വെച്ചുകൊണ്ടാണ് ഉറങ്ങാനും ഉണരാനും പോകുന്നത്. ഉറങ്ങാൻ സമയത്ത് നമ്മൾ മൊബൈൽ എടുക്കും, സ്റ്റാറ്റസ് നോക്കും. സ്റ്റാറ്റസിൽ ഒന്നുകിൽ എല്ലാവരുടെ പ്രതിസന്ധിയും പ്രയാസവും ഉണ്ടാവും, അല്ലെങ്കിൽ എന്തെങ്കിലും അപകടങ്ങളുണ്ടാകും, അതല്ലെങ്കിൽ അങ്ങേയറ്റത്തെ സന്തോഷങ്ങളുണ്ടാവും. ഈ രക്ഷിതാക്കളും ഈ പുതുതലമുറയിലുള്ള ഉൾപ്പെടുന്ന കുട്ടികളും യുവതലമുറയും തലക്ക് താങ്ങാൻ കഴിയാത്ത, മനസ്സിന് താങ്ങാൻ കഴിയാത്ത സ്ട്രെസ്സുമായിട്ടാണ് ഉറക്കത്തിലേക്ക് പോകുന്നത്. ആ സ്ട്രെസ് ഒന്നുകിൽ ഇതെൻ്റെ കുടുംബത്തിൽ ഇല്ലല്ലോ എന്നുള്ളതുകൊണ്ടായിരിക്കും, ഈ അങ്ങേയറ്റത്തെ സന്തോഷം എൻ്റെ കുടുംബത്തിൽ വന്നിട്ടില്ലല്ലോ എന്നുള്ളതുകൊണ്ടായിരിക്കും. രണ്ടാമത്തത് ഒന്നുകിൽ ഇങ്ങനെയായിരിക്കും, കാരണം അതിരറ്റ സങ്കടം, വളരെ പ്രയാസമുള്ളൊരു കാര്യം കാണുമ്പം അവൻ്റെ ജീവിതത്തിൽ ഒരു ഹെൽപ്പും ചെയ്തു കൊടുക്കാൻ പറ്റാത്ത രീതിയിലുള്ള ഒരു അപകടമോ ദുരന്തമോ കണ്ടിട്ടായിരിക്കും അവനും അവളും അവരുടെ ഉറക്കങ്ങളിലേക്ക് പോകുന്നത്. അപ്പോൾ തലക്ക് താങ്ങാൻ കഴിയാത്തൊരു ഭാരവും പേറിയിട്ടാണ് ഉറക്കത്തിലേക്കും ഉണർന്നുള്ള ജീവിതത്തിലേക്കും ഓരോ മനുഷ്യനും പോയിക്കൊണ്ടിരിക്കുന്നത്. ഇതിൻ്റെ ഭാഗമായിട്ട് മനുഷ്യന് സ്ട്രെസ്സ് നിരന്തരം കൂടിക്കൊണ്ടിരിക്കുകയാണ്. ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളിൽ ശ്രദ്ധയില്ലാത്തൊരവസ്ഥയിലായി മാറിക്കൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ ഈ ഡിജിറ്റൽ പൊല്യൂഷൻ സംഭവിച്ചതുകൊണ്ട് ശ്രദ്ധ നിരന്തരമായിട്ട് എന്തൊക്കെയാണ് വന്നത്, എന്തൊക്കെയാണ് പോയത്, ആരൊക്കെയാണ് മെസ്സേജ് ചെയ്തത്, ഏതൊക്കെയാണ് സ്റ്റോറി, ഏതൊക്കെയാണ് സ്റ്റാറ്റസ്, ഇതിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്നത് കൊണ്ട് ഒരു ഉമ്മ കൃത്യമായിട്ട് അവരുടെ സിറ്റ് ഔട്ടിൽ നിന്ന് അടിച്ചു വരാൻ തുടങ്ങിക്കഴിഞ്ഞാൽ അത് ഡൈനിങ് ഹാളിലെത്തുമ്പോൾ അത് അവിടെ സ്റ്റോപ്പ് ചെയ്യാണ്. അവിടെ നിന്ന് പിന്നെ ഒരു 10 മിനിറ്റ് എന്ന് വിചാരിച്ച്, ഒരു 2 മിനിറ്റ് എന്ന് വിചാരിച്ച് മൊബൈൽ ഫോൺ എടുത്തത് അരമണിക്കൂറോളം അവിടെ അങ്ങനെ തന്നെ നിൽക്കുകയാണ്. ആ വേസ്റ്റും ആ ചൂലും അവിടെ തന്നെ കിടക്കുന്നുണ്ടാവും. പിന്നെ എത്രയോ മണിക്കൂറുകൾ എടുത്തിട്ടാണ് ഒരു പണി പൂർത്തിയാക്കുന്നത്. അപ്പോൾ ഇത്തരത്തിൽ മനസ്സ് മറഞ്ഞു കിടക്കുന്ന ഒരവസ്ഥയിൽ എങ്ങനെയാണ് പ്രിയപ്പെട്ടവരെ മികച്ച രക്ഷാകർതൃത്വം സാധ്യമാവുക? ഇതൊന്ന് ശ്രദ്ധിക്കണം നമ്മൾ. അപ്പോൾ ഗോൾ ഗൈസ് എന്ന് പറയുന്ന ഈ കാര്യത്തിൽ വിശദമായിട്ട് പഠനം നടത്തിയിട്ടുള്ളൊരു വ്യക്തി, ഒരു മാസം ഞാൻ എൻ്റെ മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്നില്ല എന്ന് തീരുമാനിച്ചു. അദ്ദേഹത്തിൻ്റെ ഇതുപോലെയുള്ള ഡിജിറ്റൽ ഡിവൈസ് മാറ്റിവെച്ചു. അദ്ദേഹം ഒരു സാധനം വാങ്ങാൻ വേണ്ടിയിട്ട് പോകുന്നു. അവിടെ ക്യൂ നിൽക്കുന്ന സമയത്ത് ബോറടിക്കാൻ തുടങ്ങുന്നു. നമുക്കൊന്നും ഇപ്പോൾ ബോറടിക്കാറില്ല, കാരണം എവിടെയാണെങ്കിലും നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ഇൻട്രാക്ഷൻ കുറഞ്ഞ് നമ്മുടെ ഫോണിലേക്ക് നോക്കുകയും അങ്ങനെ അതിൻ്റെ ആഴങ്ങളിലേക്ക് പോവുക ചെയ്യാം. ഇദ്ദേഹം ക്യൂ നിൽക്കാൻ തുടങ്ങി, ബോറടിക്കാൻ തുടങ്ങി. ബോറടിച്ച് അദ്ദേഹത്തിന് വലിയ പ്രയാസമായി. ശേഷം വീട്ടിലേക്ക് തിരിച്ചെത്തി, വീണ്ടും ബോറടിക്കാൻ തുടങ്ങി. അവസാനം അദ്ദേഹത്തിൻ്റെ കെയർ ഓഫിൽ പോയിട്ട്, ഒരു ലൈബ്രറി പോയിട്ട് കുറച്ച് നല്ല പുസ്തകങ്ങൾ ശേഖരിച്ചു കൊണ്ടുവന്നു, വായിക്കാൻ തുടങ്ങി. വീണ്ടും പുസ്തകങ്ങൾ വായിക്കാൻ തുടങ്ങി. ഒരുപാട് പുസ്തകങ്ങൾ വായിച്ചു കഴിഞ്ഞപ്പോൾ അതിനെക്കുറിച്ച് ചിലത് കുത്തിക്കുറിക്കാൻ തുടങ്ങി. എഴുതി അവസാനം അദ്ദേഹം അതിനെക്കുറിച്ചും അദ്ദേഹത്തെക്കുറിച്ചും സ്വസ്ഥമായിരുന്ന് ചിന്തിക്കാൻ തുടങ്ങി. നമ്മുടെ കുട്ടികൾക്ക് നിന്നൊക്കെ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ക്രിയേറ്റിവിറ്റിയാണത്. സ്വന്തമായി ഒരുപാട് കഴിവുകൾ ഉറങ്ങിക്കൊണ്ടിരിക്കുന്ന തലകളാണ് നമ്മുടെ ഈ പുതിയ കാലഘട്ടത്തിലുള്ള മക്കളുടെയൊക്കെ തലകൾ. അവർ ഈ ഡിജിറ്റൽ ഡിവൈസുകളിലൂടെ ഒരുപാട് വളരെ നല്ല പഠനങ്ങളൊക്കെ നടത്തുന്നുണ്ട്. പക്ഷേ അതിൻ്റെ അപ്ഡേഷനോ അതിൻ്റെ ഉപയോഗമോ ഒന്നും നടക്കാത്ത രീതിയിൽ വീണ്ടും അവരിതിലേക്ക് മുഴുകി പോവുകയാണ്. ഇങ്ങനെ ഇദ്ദേഹം ചിന്തിക്കാൻ തുടങ്ങി. അദ്ദേഹത്തെക്കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ അദ്ദേഹം ആലോചിച്ചു, മനോഹരമായ ഭാവിയെക്കുറിച്ച് ചിന്തിച്ചു. അവസാനം അദ്ദേഹം കൃത്യമായി ഒരു മാസം കഴിഞ്ഞതിന് ശേഷം എങ്ങനെ കൃത്യതയില്ലാത്ത ഉപയോഗത്തിൽ നിന്നും ക്രിയേറ്റീവായിട്ടുള്ള ഉപയോഗത്തിലേക്ക് എനിക്കെൻ്റെ ഡിജിറ്റൽ ഡിവൈസിനെ നിയന്ത്രിക്കാൻ പറ്റുമെന്നുള്ളത് പഠിച്ചു. ആ രീതിയിൽ അദ്ദേഹം ഉപയോഗിക്കാനും തുടങ്ങി. ഈ സംഭവങ്ങളൊക്കെ ഇപ്പോൾ ഫേസ്ബുക്ക് ഉണ്ടാക്കിയിട്ടുള്ള മാർക്ക് സുക്കർബർഗ് ആയാലും, അതുപോലെ തന്നെ ഇൻസ്റ്റഗ്രാമിൻ്റെ പ്രോഗ്രാമറായിട്ടുള്ള കെവിൻ സിസ്റ്ററും ആയാലും ആരായാലും രക്ഷിതാക്കളെ നമ്മുടെ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കണം. ഇവരൊന്നും ഈ ഡിവൈസുകൾ ഇത്രയും നേരം ഉപയോഗിച്ചുകൊണ്ട് അവരുടെ ശാരീരിക മാനസിക അവസ്ഥയെ ഒന്നുമല്ലാതാക്കി നാശത്തിലേക്ക് കൊണ്ടുപോകുന്നില്ല. അവരൊക്കെ കൃത്യമായ സമയം വെച്ചിട്ടാണ് ഇതൊക്കെ ഉപയോഗിക്കുന്നത്. അവരും അവരുടെ മക്കൾക്കൊക്കെ അവർ നിരന്തരമായ പരിശീലനങ്ങൾ കൊടുക്കുന്നുണ്ട്. നമ്മുടെ മക്കൾ ആര് പരിശീലിപ്പിക്കും? അവിടെയാണ് ചോദ്യം. നമ്മുടെ മക്കൾക്ക് കൃത്യമായ മാർഗരേഖ ആര് കാണിച്ചു കൊടുക്കുമെന്നുള്ളതാണ്. വളർത്തുന്ന രക്ഷിതാക്കൾ മാത്രമായാൽ പോരാ, പരിപാലിക്കുന്ന രക്ഷിതാക്കളും കൂടി ആവണം. ഭക്ഷണവും വസ്ത്രവും വെള്ളം കൊടുത്തോണ്ടിരിക്കുന്നുണ്ട്, നമ്മൾ പാർപ്പിടവും കൊടുക്കുന്നുണ്ട്. പക്ഷേ ശരിയും തെറ്റും ഏതാണ് എന്ന് കൃത്യമായി കാണിച്ചു കൊടുക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ പലരും തകരാറിലാണ്. അനാഥരായ മക്കളെപ്പോലെ നമ്മുടെ മക്കൾ ഇങ്ങനെ അലഞ്ഞു നടക്കാം. യഥാർത്ഥ മൂല്യബോധം മക്കൾക്ക് കൊടുക്കാൻ നമ്മുടെ ഇടയിൽ സമയമുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്നുള്ളതാണ് പലയിടങ്ങളിലുള്ള
പലയിടങ്ങളിൽ നിന്നും ഉത്തരമായിട്ട് നമുക്ക് കിട്ടുന്നത്. ഇപ്പം സ്നേഹത്തോടെ ഏറ്റവും നല്ല പരിപാലനം കൊടുത്ത്, നമുക്കറിയാം ലുക്മാൻ അലൈഹിസ്സലാം യാ ബുനയ്യ എന്ന് പറഞ്ഞ് സ്നേഹസമൃണമായ വിളിയിലൂടെയാണ് തൻ്റെ മകനെ നന്മയിലേക്ക് ഇങ്ങനെ നയിച്ചത്. തെറ്റിലേക്ക് ഒരിക്കലും പോകാത്ത രീതിയിൽ ഏറ്റവും സന്തോഷത്തോടു കൂടി, ഇഷ്ടത്തോടു കൂടി, സ്നേഹത്തോടു കൂടി പരിപാലിച്ചു കൊണ്ടാണ് മക്കളെ വളർത്തിയിട്ടുണ്ടായിരുന്നത്. നമ്മൾ മക്കളെ വളർത്തുക മാത്രമാണ് ചെയ്യുന്നത്, പരിപാലിക്കുക എന്നുള്ളൊരവസ്ഥയിൽ നിന്ന് ഒരുപാട് മാറിയിട്ടുണ്ട്, ഒരുപാട് നമ്മൾ മാറിപ്പോയിട്ടുണ്ട്. അതുപോലെ തന്നെ ഉപദേശങ്ങളും നിർദ്ദേശങ്ങളും ഒരുപാട് കൊടുക്കും. സിദ്ധാന്തങ്ങളാണ് എല്ലാ വീടുകളിലും ഇപ്പോൾ സിദ്ധാന്തങ്ങളാണ്. ഇതൊക്കെ കുട്ടികൾ എന്നോട് പറയുന്ന കാര്യങ്ങളാണ് കേട്ടോ. കൗൺസിലിങ്ങിൻ്റെ സമയത്തും കുട്ടികളായിട്ടുള്ള ഇൻട്രാക്ഷൻ്റെ സമയത്തൊക്കെ മക്കൾ പറയുന്ന കാര്യമാണ്, ടീച്ചറെ സിദ്ധാന്തങ്ങളാണ് എല്ലാ സമയത്തും. വേണ്ട നിർദ്ദേശങ്ങളും ഉപദേശങ്ങളും മാതൃകകളും കാണിച്ചു തരുന്നതിന് പകരം തിയറികളാണ്. തിയറികൾ ഇങ്ങനെ ഇട്ടുതരും, ഇതിങ്ങനെ ആക്കേണ്ടത്, അത് അങ്ങനെ ആക്കേണ്ടത്, ഇങ്ങനെ ചെയ്താൽ ശരിയാവില്ല. ഇതിനു പകരം സ്നേഹത്തോടെ അവരുടെ ജീവിതത്തിൽ മാതൃക കാണിച്ചു തന്നുകൊണ്ടാണ് അവർ മുന്നോട്ട് പോകുന്നത് എന്നുണ്ടെങ്കിൽ ഞങ്ങൾക്കത് എളുപ്പത്തിൽ ഏൽക്കാമായിരുന്നു. ഞങ്ങൾക്കതിനെ ഹൃദയത്തോടു കൂടി സ്നേഹത്തോടു കൂടി വരവേൽക്കാമായിരുന്നു. ഒരു കാര്യം ഉപദേശിക്കുന്ന സമയത്ത്, നിർദ്ദേശം കൊടുക്കുന്ന സമയത്ത് 2 കാര്യങ്ങളാണ് രക്ഷിതാക്കൾ നിർബന്ധമായിട്ടും ശ്രദ്ധിക്കേണ്ടത്. ഞാൻ കൊടുക്കുന്ന കാര്യം ഏറ്റവും മൂല്യമുള്ളതാണോ, എൻ്റെ മകൾക്ക് എൻ്റെ മകൻ ഇഷ്ടത്തോടെ സ്വീകരിക്കാൻ പറ്റുന്നതാണോ, നന്മയുള്ളതാണോ, സ്നേഹത്തോടു കൂടിയാണോ ഞാനിത് കൊടുക്കുന്നത്. ഒന്നാമതായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഇതാണ്. രണ്ടാമതായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം, ഞാൻ എൻ്റെ കുട്ടിക്ക് കൊടുക്കുന്ന ഈ നിർദ്ദേശം, ഈ ഉപദേശം, ഈ മാതൃക, ഇത് എൻ്റെ ജീവിതത്തിൽ ഞാൻ നിരന്തരമായിട്ട് പാലിച്ചു പോരുന്നതാണോ? ഈ 2 കാര്യങ്ങൾ ശ്രദ്ധിക്കണം. അതിന് കുറച്ച് പണിയുണ്ട്. ഈ കാര്യങ്ങൾ ശ്രദ്ധിച്ചുകൊണ്ടായിരിക്കണം. അതുകൊണ്ട് തന്നെയാണ് നമുക്ക് നിർദ്ദേശം തന്നിട്ടുള്ളത്, ലഖദ് കാന ലക്കും ഫി റസൂലില്ലാഹി ഉസ്വത്തുൻ ഹസന. അപ്പോൾ അള്ളാൻ്റെ റസൂലിൽ മികച്ച മാതൃകയുണ്ട് എന്ന് പറയുമ്പോൾ നിസ്സംശയം എനിക്ക് പറയാൻ പറ്റും 70% രക്ഷിതാക്കളും നിസ്സംഗ മനോഭാവത്തിലാണ്. അതുകൊണ്ട് തന്നെ ആ കുട്ടികൾ ഇത്തരത്തിലുള്ള നാശങ്ങളിലേക്ക് കൂപ്പുകുത്തിക്കൊണ്ടിരിക്കുന്നത്. ഉദാഹരണമായിട്ട് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. കല്യാണം കഴിഞ്ഞ് പ്രസവിച്ച് ആദ്യമായിട്ട് ഒരു വീട്ടിലേക്ക് കുഞ്ഞു വാവനങ്ങനെ കൊണ്ടുവരും ആശുപത്രിയിൽ നിന്ന്. മദർ ഹോസ്പിറ്റലിലായിക്കോട്ടെ, മറ്റേത് ഹോസ്പിറ്റലിലായിക്കോട്ടെ, കുഞ്ഞു വാവൻ ആദ്യമായിട്ട് ഇങ്ങനെ ഉമ്മയെയും കുട്ടിയെയും ഇങ്ങനെ കൊണ്ടുവരുന്ന സമയത്ത് എന്താണ് ആ കുട്ടിയെ, എങ്ങനെയാണ് ഒരു വീട് ആ കുട്ടിയെ വരവേൽക്കുന്നത്? ഒരു കുട്ടി ജനിച്ചു കഴിഞ്ഞാലുള്ള കടമകൾ എന്തൊക്കെയാണ്? പാങ്ക് കൊടുക്കുന്നുണ്ട് അല്ലേ, നല്ല പേരിട്ട് വിളിക്കുന്നുണ്ട്. ശേഷം കുഞ്ഞിനെ വീട്ടിലേക്ക് കൊണ്ടുവന്ന് കുഞ്ഞിനും ഉമ്മക്കും കൃത്യമായ സ്നേഹത്തോടെയുള്ള നല്ല പരിചരണം കൊടുക്കുന്നുണ്ട്. സമയമാകുമ്പോൾ മുടി കളയുന്നുണ്ട്, അക്കീക്ക ഇറക്കുന്നുണ്ട്. ഇതിൻ്റെ ഇടയിൽ എത്ര രക്ഷിതാക്കൾക്ക് പറയാൻ പറ്റും, എൻ്റെ വീട്ടിൽ കുഞ്ഞ് പ്രസവിച്ചിട്ട് കൊണ്ടുവന്ന സമയത്ത് ഇറ്റ്സ് എ ബേബി ഗേൾ, എത്ര പൈസയാണ് പൊട്ടിക്കുന്നത്? നിങ്ങൾ ഷോപ്പുകളിലേക്ക് ഇങ്ങനെ ചെന്ന് നോക്ക്. ഷോപ്പുകളിൽ ബർത്ത്ഡേക്ക് വേണ്ടി ഓരോന്നിനു വേണ്ടി പ്രത്യേകം പാക്കേജുകളാണ്. ഓരോ റൂമുകളും അലങ്കരിച്ച് ആ കുഞ്ഞിനെ ഒരു വിധത്തിലൂടെ വരവേൽക്കുന്നതിന് എത്ര രക്ഷിതാക്കൾക്ക് ഉറച്ച നിലപാടോട് പറയാൻ പറ്റും, എൻ്റെ വീട്ടിൽ ഇത് പാടില്ല? എത്ര പെൺകുട്ടികൾക്ക് ഇതിലിരിക്കുന്ന എത്ര ആൺകുട്ടികൾക്ക് എൻ്റെ കുട്ടിയെ ഈ വീട്ടിലേക്ക് കൊണ്ടുവരുമ്പോൾ, എൻ്റെ മകനെ ഈ വീട്ടിലേക്ക് കൊണ്ടുവരുമ്പോൾ ഇതുണ്ടാവാൻ പാടില്ല? എത്ര ആൾക്കാർക്ക് പറയാൻ പറ്റും? നിങ്ങൾക്ക് തോന്നി ഇതൊക്കെ ചെറിയ കാര്യമല്ലേ എന്ന്. പക്ഷെ ഇതിലൂടെ ഉണ്ടാകുന്ന പ്രയാസങ്ങൾ എത്രത്തോളാണെന്നറിയോ? ഒരു വീട്ടിലെ സ്ഥിരമായിട്ട് ഇങ്ങനെ പിന്നെ അഗതികൾ വന്ന് കയറുന്ന സമയത്ത്, കൈ നീട്ടുന്ന സമയത്ത് ചില്ലറ പോലും തികയാത്ത വീടുകളിൽ കല്യാണവുമായി ബന്ധപ്പെട്ടും പ്രസവവുമായിട്ട് ബന്ധപ്പെട്ടൊക്കെ എത്ര ആഘോഷങ്ങളാണ് ഇതുപോലെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മൾ കണ്ണോട്ട് കാണാണ്. അഗതികൾ വരുന്ന സമയത്ത്, പാവപ്പെട്ടവർ വരുന്ന സമയത്ത് ചില്ലറയില്ല എന്ന് പറഞ്ഞ് വാതിൽ കൊട്ടിയടക്കുന്ന കുടുംബങ്ങൾ ഇത്തരത്തിലുള്ള എല്ലാ മാമൂലുകൾക്കും കൂട്ടുനിൽക്കുകയാണ്. അതുപോലെ തന്നെ ഇത് മുഴുവൻ സ്റ്റോറിയായിട്ടും റീൽസായിട്ടും ഇവർ പോസ്റ്റ് ചെയ്യാണ്. ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന മറ്റൊരു പെൺകുട്ടി, എൻ്റെ കുടുംബത്തിൽ മാത്രം ഇതില്ല, എനിക്ക് മാത്രം ഇങ്ങനെയില്ല, ഇതിന് എൻ്റെ ഭർത്താവിൻ്റെ അടുത്ത് പൈസയില്ല, എൻ്റെ മാതാപിതാക്കൾ ഇതിന് സമ്മതിക്കുന്നില്ല എന്നിട്ട് അവളുടെ ഉള്ളിൽ സ്ട്രെസ്സ് കൂടുകയാണ്, പ്രശ്നങ്ങൾ കൂടുകയാണ്, മാതാപിതാക്കളോട് ദേഷ്യം തോന്നുകയാണ്. അപ്പം നിങ്ങൾ ആലോചിക്കും, കുഞ്ഞു കാര്യങ്ങളല്ലേ ഇതൊക്കെയെന്ന്. അല്ല, ഒരിക്കലും അല്ല. ഇത്തരത്തിലുള്ള കുഞ്ഞു അനാചാരങ്ങളാണ് ഏറ്റവും കൂടുതൽ നമ്മുടെ മക്കളുടെ ഇടയിലും നമ്മുടെ കുടുംബത്തിൻ്റെ ഇടയിലും ഈ രക്ഷിതാക്കളുടെ നിസ്സംഗ മനോഭാവമാണ് നമ്മുടെ കുടുംബങ്ങളെ ഇത്രമേൽ മൂല്യച്യുതിയിലേക്കാക്കി മാറ്റുന്നത്.
അതുപോലെ തന്നെ ഒരു തിന്മയുടെ തുടക്കം അവിടെ തുടങ്ങി. അത് കഴിഞ്ഞ് അടുത്തത് പല്ലട. ഇവിടെ എവിടെയെങ്കിലുമൊക്കെ എത്തിയിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. കോഴിക്കോട് ഭാഗങ്ങളിലൊക്കെ ആദ്യമായിട്ട് പല്ല് വരുന്ന സമയത്ത് ഇതൊക്കെ എവിടെ നിന്ന് വന്നു, ഇത് എങ്ങനെ തുടർന്നു പോരുന്നു? അത് ഞങ്ങൾ ആചരിച്ചതല്ല. അതുകൊണ്ട് ഇതും എന്തായാലും വേണം, സെലിബ്രേഷൻ വേണം. കേക്കില്ലാത്ത ഏതെങ്കിലും, ഒരു കേക്ക് കട്ട് ചെയ്യാത്ത ഏതെങ്കിലും ഫാമിലി മീറ്റുകൾ ഇപ്പോൾ ഉണ്ടോ? അപ്പോൾ കേക്ക് മുറിക്കുന്നതിനെ കുറ്റപ്പെടുത്തുകയല്ല. അപ്പം ഇതിൻ്റെയൊക്കെ ഭാഗമായിട്ട് നമ്മൾ ഇതൊക്കെ ഇങ്ങനെയാണ്, ഇങ്ങനെയാവണം എന്നുള്ള രീതിയിലേക്ക് നമ്മൾ മാറിക്കഴിഞ്ഞു. അവിടെയാണ് ദൃഢത, കാഠിന്യം, ഈ 2 വാക്ക് രക്ഷിതാക്കൾ ശ്രദ്ധിക്കേണ്ടത്. ദൃഢത, കാഠിന്യം. ദൃഢത എന്ന് പറയുമ്പം ഒരു കാര്യം തീരുമാനിക്കുകയാണെങ്കിൽ, ഒരു വിശ്വാസത്തിൻ്റെ ഭാഗമായിട്ട് ജീവിക്കുകയാണെങ്കിൽ അതിൽ ഉറച്ചു നിൽക്കാനുള്ള ഒരു ചങ്കൂറ്റം വേണം. അതെൻ്റെ അമ്മയല്ല, അതെൻ്റെ ബാപ്പയല്ല, ബാപ്പനോട് സോപ്പിട്ടാൽ ബാപ്പ ശരിയായിക്കോളും, അത് വിഷയമൊന്നുമില്ല, ബാപ്പനെ മെല്ലെ കണ്ണിൽ പൊടിയിട്ട് ഇങ്ങനെ മെല്ലെ അങ്ങോട്ട് മാറ്റിയാൽ മതി. അതിനൊരിക്കലും നിന്ന് കൊടുക്കുന്ന ഒരു ബാപ്പയും ഉമ്മയും ആവാൻ പാടില്ല. എൻ്റെ അമ്മ അതിനെ അനുവദിക്കൂല കേട്ടോ. എൻ്റെ ഉപ്പ ഉള്ളതുകൊണ്ട്, എൻ്റെ ഉപ്പ എന്നെ ആ രീതിയിലല്ല ശീലിപ്പിച്ചത്. എൻ്റെ ഉപ്പക്ക് അത് ഇഷ്ടാവില്ല, എൻ്റെ ഉപ്പ അത് വ്യക്തമായി പറഞ്ഞു തന്നിട്ടുണ്ട്. അതുകൊണ്ട് അത് വേണ്ട, ഞാൻ അതിനില്ല, എൻ്റെ പരിപാടികളിൽ അത്തരം വേണ്ടാത്തരങ്ങൾ വലിച്ചിഴക്കണ്ട എന്ന് ദൃഢതയുള്ള ഒരു രക്ഷിതാവിൻ്റെ കുട്ടി പറയും. പക്ഷെ നേരെ മറിച്ച് അനാവശ്യമായിട്ട് പല കാര്യങ്ങൾക്കും വാശി പിടിക്കുകയും ഇഷ്ടമില്ലാത്ത രീതിയിൽ എപ്പോഴും കുട്ടിയോട് പെരുമാറുകയും ചെയ്യുന്ന ഒരു രക്ഷിതാവ് ആവും ചെയ്യരുത്. നല്ല സന്തോഷങ്ങൾ വരുമ്പോൾ, കുട്ടികൾ ഫുൾ മാർക്ക് കിട്ടുന്ന സമയത്ത്, ആഘോഷങ്ങൾക്ക് അനുവാദം തന്നിരിക്കുന്ന സമയത്ത് ആഘോഷങ്ങൾ വേണം, പായസം ഉണ്ടാക്കണം, ഭക്ഷണം ഉണ്ടാക്കണം, ആൾക്കാരെ വിളിച്ചു ചേർത്ത് ഭക്ഷണം കൊടുക്കണം, ഇതൊക്കെ വേണം. കാഠിന്യമുള്ള അത്തരത്തിലുള്ള ഒരു മയമില്ലാത്ത രക്ഷിതാവ് ആവാനും പാടില്ല. പക്ഷെ ഇത്തരം അനാചാരങ്ങൾക്ക് കൂട്ടുനിൽക്കുന്ന രക്ഷിതാവാകുന്നത് കൊണ്ട് തന്നെ പലപ്പോഴും നമ്മുടെ കുടുംബങ്ങൾ തിന്മയിലേക്ക് പോയിക്കൊണ്ടിരിക്കുക. ഈ പെരുന്നാളിന് വസ്ത്രം എടുക്കുന്ന സമയത്ത് ഇപ്പം നമ്മളൊക്കെ ഈ നാട്ടുകാരാണല്ലോ. എൻ്റെ മോളെടുത്ത് വന്നിട്ട് അവളുടെ കൂട്ടുകാരികൾ ചോദിച്ചു, നീ ഡ്രസ്സ് എടുക്കാൻ പോരുന്നില്ലേ, നമുക്ക് ഒരുമിച്ച് പോയാലോ? അല്ലെങ്കിൽ വേണ്ട, പിന്നെ നീ ഡ്രസ്സ് എടുക്കുന്ന സമയത്ത് നിൻ്റെ ഉമ്മൻ്റെ പാപ്പൻ്റെ ഇഷ്ടം നോക്കിയിട്ടല്ലേ നീ എടുക്കുള്ളൂ. ഞങ്ങളമ്മമാർക്കും പാപ്പാർക്കും ഏതായാലും ഒരു പറഞ്ഞു കൊടുത്ത് ഞങ്ങൾ കിട്ടൂല എന്നുള്ളത് ഉറപ്പായിട്ടുണ്ട്. അതുകൊണ്ട് ഞങ്ങൾ പോയിക്കോളാം, നീ നിൻ്റെ ഉമ്മൻ്റെ പാപ്പൻ്റെ കൂടെ പോയിക്കോ. അവളെ അങ്ങോട്ട് മൈനസ് മാർക്കിലേക്ക് ഇങ്ങോട്ട് കുറച്ചിട്ടു. കാരണം ഉമ്മയും പാപ്പയും അനുസരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കുട്ടി എന്ന് പറഞ്ഞാൽ ഇപ്പോൾ സ്വന്തമായിട്ട് നിലപാടില്ലാത്ത, ഉറച്ച ചങ്കൂറ്റമില്ലാത്തൊരു കുട്ടി എന്നുള്ള രീതിയിലൊക്കെയാണ് പരിഗണിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നാൽ ഉമ്മയും പാപ്പയും പറയുന്നത് അനുസരിക്കാത്ത, അവരുടെ ഇഷ്ടങ്ങൾ കൂടി പരിഗണിച്ചു കൊണ്ടിരിക്കുന്ന ഒരു കുട്ടി, അത് സൂപ്പറാണ്. അത്തരത്തിലുള്ള അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. അതല്ലാതെ മറ്റു പല വിഷയങ്ങളും നമുക്ക് സംസാരിക്കാനുണ്ട്. പക്ഷേ രക്ഷാകർതൃത്വം എന്നുള്ള നിലയിൽ ഇപ്പോൾ സമൂഹത്തിൽ നടമാടിക്കൊണ്ടിരിക്കുന്ന ചില പ്രധാന വിഷയങ്ങൾ സൂചിപ്പിക്കാം. തട്ടമിട്ടുകൂടെ പെണ്ണെ എന്ന് ചോദിച്ചപ്പോൾ ഒരുവൾ എന്നോട് പറഞ്ഞത്, ഇട്ട് നടത്തേണ്ട പ്രായത്തിൽ ആ രീതിയിലൊന്നും തട്ടമിട്ട് നടത്തി ശീലിപ്പിച്ചിട്ടില്ല. എൻ്റെ ഉമ്മയുടെ ഉമ്മയും ഉപ്പയും വളരെ സ്ട്രിക്റ്റായിട്ടായിരുന്നു അവരോട് പെരുമാറാറുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ എൻ്റെ ഉമ്മ വിചാരിച്ചു, കുഞ്ഞല്ലേ കുറച്ചൊക്കെ വലുതാകുന്നത് വരെ ജീൻസും ടീഷർട്ടും ഒക്കെ ഇട്ട് തട്ടൊന്നും ഇടാതെ നടന്നോട്ടെ, ഒരു സമയമാകുമ്പോൾ ഞാൻ എന്തായാലും കുറേ ബുദ്ധിമുട്ട് അനുഭവിച്ചിട്ടാണ് വന്നിട്ടുള്ളത് സ്ട്രിക്റ്റായിട്ട്, എൻ്റെ മോൾക്ക് ഇതൊന്നും അനുഭവിക്കേണ്ട പാവമല്ലേ, കുറച്ച് ഫ്രീഡം അവൾക്ക് കിട്ടിക്കോട്ടെ എന്ന് എൻ്റെ ഉമ്മ ചിന്തിച്ചു. അങ്ങനെ ഞാനൊരു ടീനേജ് ആയി കഴിഞ്ഞപ്പം എന്നോട് പറഞ്ഞു, ഇങ്ങനെയുള്ള വസ്ത്രങ്ങളൊന്നും ഇനി പാടില്ല, ഈ രീതിയിലാണ് നീ നടക്കേണ്ടത്, തട്ടമിടണം എന്നൊക്കെ. പക്ഷെ അപ്പോഴേക്കും എൻ്റെ കൈവിട്ട് പോയിട്ടുണ്ടായിരുന്നു എല്ലാ കാര്യങ്ങളും. എനിക്ക് തട്ടമിടാതെ നടക്കാനാണ് ഇപ്പം ഇഷ്ടം. പിന്നെ ചില ഔട്ട്ഫിറ്റ്സിനൊക്കെ ഞാൻ തട്ടം ഇടും. എന്ന് പറഞ്ഞാൽ ചില വസ്ത്രങ്ങൾക്ക് തട്ടം മാച്ചാണ്, കോമ്പിനേഷനാണ്. അല്ലാത്ത സമയങ്ങളിൽ മുടിയൊക്കെ കളർ ചെയ്ത് ഇങ്ങനെ നടക്കാനാണ് എനിക്കിഷ്ടം. അപ്പോൾ അവളുടെ ധാരണയിൽ ചില വസ്ത്രങ്ങൾക്ക് വേണ്ടി മാത്രം തട്ടവും അതിന് മാച്ചാകുന്ന രീതിയിൽ മാത്രം എന്നുള്ളൊരവസ്ഥയിലേക്ക് വന്നു കഴിഞ്ഞു. അപ്പം ഇതിനാണ് നമ്മൾ ഈ കുല്ലു മൗലൂദുൻ യൂലദു അലൽ ഫിത്ര എന്ന് പറയുന്നത്. ഈ ഫിത്ര, ഈ ശുദ്ധ പ്രകൃതനായി പടച്ചോ നമ്മുടെ കൈകളിലേക്ക് നമ്മുടെ കുഞ്ഞിനെ ഏത് സമയത്ത് തന്നോ ആ സമയം മുതൽ, ഫ്രം ക്രാഡിൽ ടു ഗ്രേവ് എന്നുള്ളത് ഇപ്പോൾ ഫ്രം വൂംബ് ടു ടോംബ് എന്നായി മാറിയിട്ടുണ്ട്. ഉദരത്തിൽ കുഞ്ഞിനെ വഹിക്കുന്നത് മുതൽ ശവക്കല്ലറയിലേക്ക് പോകുന്നത് വരെ എന്നുള്ള അവസ്ഥയിൽ അന്ന് മുതൽ തുടങ്ങിയാൽ മാത്രമേ ഇത് പിടിച്ചാൽ കിട്ടുള്ളൂ. നമ്മൾ പലപ്പോഴും ചെയ്യുന്നതാണ്, പറഞ്ഞിട്ട് കേൾക്കുന്നില്ല. അത് പിന്നെ കവുങ്ങായിക്കഴിഞ്ഞാൽ കഴിയില്ല എന്ന് പറയുന്ന അവസ്ഥയിലാണ്. അപ്പോൾ കുഞ്ഞുനാൾ മുതലേ കുട്ടികളിൽ മൂല്യങ്ങളിങ്ങനെ ഇൻസ്റ്റാൾ ചെയ്ത് അവരുടെ തലച്ചോറിലേക്ക് കയറണം. എന്ത്? ഇന്ന സ്വലാത്ത കാനത്ത് അലൽ മുഅ്മിനീന കിതാബും മൗഖൂത്ത. നിശ്ചയമായും സത്യവിശ്വാസികൾക്ക് നമസ്കാരം എന്ന് പറഞ്ഞാൽ സമയം നിശ്ചയിക്കപ്പെട്ട ഒരു നിർബന്ധ കർമ്മമാണ് എന്ന് പറയുമ്പോൾ
നമസ്കാരം കൊണ്ട് എന്താ ഉദ്ദേശിക്കുന്നത് എന്ന് കുട്ടിക്ക് കിട്ടണം. എന്താ നമസ്കാരം കൊണ്ട് ഉദ്ദേശിക്കുന്നത്? നമസ്കാരം കൊണ്ട് വസ്തഈനു ബിസ്വബരി വസ്വലാത്തി. അപ്പോൾ നിങ്ങൾ സഹനത്തിലൂടെയും നമസ്കാരത്തിലൂടെയും അള്ളാഹുവിൻ്റെ സഹായം തേടുക എന്നുള്ളതാണ്. ഈ സഹനം എന്ന് പറയുമ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് വയ്ക്കാം. 5 നേരം കുട്ടി കൃത്യമായി നമസ്കരിക്കുന്നുണ്ട്, നമ്മളും നമസ്കരിക്കുന്നുണ്ട്. നമ്മുടെ ഇടയിലുള്ള ഒരു യുവാവ് വണ്ടി ഓടിച്ചിങ്ങോട്ട് വരികയാണ്. ബാങ്ക് കൊടുത്തു, ജമാഅത്തിൻ്റെ സമയമായി, വണ്ടി ഓടിച്ചു വരുന്നു. വണ്ടി ഓടിച്ച് വന്നിട്ട് പള്ളിയുടെ മുന്നിൽ ഡിസോർഡറായിട്ടാണ് വണ്ടി പാർക്ക് ചെയ്യണത്. പല വണ്ടികൾക്കും വാഹനങ്ങൾക്കും തിരിച്ചു പോരാൻ കഴിയാത്ത തരത്തിൽ അവിടെ വന്ന് വണ്ടി പാർക്ക് ചെയ്തിട്ട് മറ്റുള്ളവരുടെ ചെരുപ്പിൻ്റെ മേലെ കൂടെയൊക്കെ ചാടിക്കയറി ആരുടെയോ ചെരുപ്പിൻ്റെ മേലെ ചെരുപ്പഴിച്ചിട്ട് പോയി വുളു എടുത്ത് സമാധാനമായി നമസ്കരിച്ച് പ്രാർത്ഥിച്ച് സുന്നത്ത് നമസ്കരിച്ച് തിരിച്ച് അതുപോലെ തന്നെ മറ്റുള്ളവരുടെ ചെരുപ്പുമിലൂടെയൊക്കെ ചാടിക്കയറി ചെരുപ്പിട്ട് ചവിട്ടി എല്ലാം കഴിഞ്ഞ് ഇതേപോലെ തന്നെ ഡിസോർഡർ ഇല്ലാതെ തിരിച്ചിറങ്ങി പോരുന്ന ഒരു വ്യക്തി യഥാർത്ഥത്തിൽ ഈ സഹനം അവന് കിട്ടിയിട്ടുണ്ടോ? അപ്പോൾ അത് നമസ്കാരം എന്ന് പറഞ്ഞാൽ അത് 5 നേരവും നമ്മളെ കഴുകുന്ന ഒരു പ്രക്രിയയാണ്. ആ കഴുകലിലൂടെ നമുക്ക് കിട്ടുന്ന ഈ ഒരു സഹനവും അതുപോലെ തന്നെ ക്ഷമയും അള്ളാഹുവിനോടുള്ള സഹായം തേടലും, ഇതും 7 വയസ്സ് മുതൽ നിർബന്ധമാക്കി കൊടുക്കുന്ന സമയത്ത് തന്നെ ഇതും നിർബന്ധമാക്കി കൊടുക്കണം. നമസ്കരിക്കുന്ന സമയത്ത് മാത്രം ക്ഷമ, സഹനം, ശ്രദ്ധ. അത് കഴിഞ്ഞാൽ പിന്നെ ആരാ എന്താ ഒന്നെന്നുള്ള വിചാരമല്ല. അപ്പോൾ ഇസ്ലാമിക മൂല്യങ്ങൾ ഓരോ സമയത്ത് ഇൻസ്റ്റാൾ ചെയ്യാന്ന് പറഞ്ഞാൽ അത് ആ പരിപാടിക്കോ ആ പ്രക്രിയക്കോ വേണ്ടി മാത്രമല്ല, ജീവിതത്തിലുടനീളം ഒരുപോലെ മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാണ്. അതിപ്പോൾ ഒരു മഞ്ഞൾ കല്യാണമല്ലേ, അതിപ്പോൾ ഒരു ഈ കല്യാണമല്ലേ, അതൊരു അറബി കല്യാണമല്ലേ, അതിപ്പോൾ നമ്മളെ വീട്ടിൽ വരുമ്പോൾ മാത്രമല്ല. അല്ല, കല്യാണം എന്ന് പറഞ്ഞാൽ നീ ഒരു ആടിനെ അറുത്തെങ്കിലും നിൻ്റെ കൂട്ടുകാർക്കും ബന്ധുക്കൾക്കും ഭക്ഷണം പാകം ചെയ്തു കൊടുക്കുക എന്നുള്ളൊരു നിർദ്ദേശം. അപ്പോൾ ആ ഒരു ദിവസം മാത്രമാണ് അതുമായിട്ട് ബന്ധപ്പെട്ട പരിപാടികൾ എന്നുള്ളത് കുട്ടിക്ക് ആദ്യം മുതലേ അറിവ് കൊടുക്കണം. എന്ത് പാഠവും ഇതിനെക്കുറിച്ച് നമ്മൾ ദീനുമായിട്ട് ബന്ധപ്പെടുത്തി പറഞ്ഞു കൊടുക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്ന സമയത്ത് ജീവിതത്തിലുടനീളം ഉൾക്കൊള്ളേണ്ടതായിട്ടുള്ള രീതിയിലായിരിക്കണം നമ്മൾ ചെയ്തു കൊടുക്കേണ്ടത്. അതുകൊണ്ട് അത് നിർബന്ധമായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. അതുപോലെ തന്നെ നമുക്കറിയാം, നമ്മുടെയൊക്കെ വീടകങ്ങളിൽ നമ്മൾ ഒരുപാട് ബ്രോക്കൺ ആയിട്ടുള്ള, ഇറ്റ് ഈസ് ഈസിയർ ടു ബ്രിങ് സ്ട്രോങ് ചിൽഡ്രൻ ദാൻ ടു റിപ്പയർ ബ്രോക്കൺ മെൻ എന്ന് പറയലുണ്ട്. എന്ന് പറഞ്ഞാൽ പിന്നെ ഒരു കുഞ്ഞു കുട്ടിയെ നല്ല നിലയിൽ വളർത്തി വലുതാക്കലാണ് ഡിസോർഡറായി പോയിട്ടുള്ള, ക്രമം നഷ്ടപ്പെട്ടു പോയിട്ടുള്ള ഒരു മനുഷ്യനെ നന്നാക്കുന്നതിനേക്കാൾ എളുപ്പം എന്ന് പറയലുണ്ട്. അപ്പോൾ അതുകൊണ്ട് പ്രിയപ്പെട്ടവർ, ഇന്ന് മുതൽ തന്നെ തുടങ്ങാം നമ്മുടെ വീടകങ്ങളിലെ കുട്ടികളല്ലേ എന്നുള്ള ഒരു ചിന്ത മാറ്റുക. കുട്ടികളല്ലേ ആയിക്കോളും, വന്നോളും, ഇതിലേക്ക് എത്തിക്കോളും എന്നുള്ളൊരു ചിന്ത മാറ്റിയിട്ട് അവരെ നിരന്തരമായി നന്മയിലേക്ക് നയിക്കുന്ന രീതിയിൽ ഓരോ കാര്യങ്ങളിലും വ്യക്തമായ നിർദ്ദേശങ്ങൾ കൊടുക്കുക. ഈ പറയുന്ന സംഭവം പലരും നമ്മുടെയൊക്കെ വീടുകളിൽ പരീക്ഷിച്ചതാണ്. നമ്മളുടെ സ്ക്രീൻ ടൈമിന് ഒരു നിയന്ത്രണം വെക്കുകയും ഇത് മാറ്റി നിർത്തുകയും ചെയ്താൽ കുട്ടി ഇറങ്ങട്ടെ, മുട്ട് പൊട്ടട്ടെ, ഫുട്ബോൾ കളിക്കട്ടെ, കുറച്ചൊക്കെ ചോര വരട്ടെ, അതിലൂടെ അവന് ജീവിതം എന്താണെന്ന് മനസ്സിലാക്കുകയും പ്രകൃതിയെ അറിയുകയും ഈ പ്രകൃതിക്കൊരു രക്ഷിതാവുണ്ട് എന്നുള്ള ബോധം അവൻ ഉണ്ടാവുകയും അതിലൂടെ നന്നാവുകയും ചെയ്യും. അപ്പോൾ ആ ഒരു രീതിയിലായിരിക്കണം നമ്മുടെ ജീവിതവും നമ്മുടെ കുടുംബവും ചിട്ടപ്പെടുത്തേണ്ടത്. നമുക്ക് ഒരിക്കലും നിയന്ത്രിക്കാൻ കഴിയാത്തൊരവസ്ഥയിലേക്ക് ഇത് മാറുന്നതിന് മുമ്പ് തന്നെ നമ്മുടെ കുടുംബങ്ങളെ ചേർത്ത് പിടിക്കുക. ഈ സ്ക്രീൻ ടൈമിലെ ഇതിനെ ഒന്ന് മാറ്റി നിർത്തിയിട്ട് നല്ല സമയങ്ങളിൽ നന്മയുള്ള ഉപദേശങ്ങളും നിർദ്ദേശങ്ങളും കൊടുത്തുകൊണ്ടിരിക്കുക. അതുപോലെ തന്നെ കൗമാരപ്രായക്കാരൊക്കെ ആയിട്ടുള്ള നമ്മുടെ കുട്ടികളെ ഇതൊരു വലിയ വിഷയമാണ്. അവർക്ക് ഒരിക്കലും സഹിക്കാൻ പറ്റാത്തതാണ് എക്സ്ട്രീം ഹ്യൂമിലിയേഷൻ എന്നാണ് പറയുക. മറ്റുള്ളവരുടെ മുന്നിൽ വെച്ച് അവരെ കുറ്റപ്പെടുത്തുക, പ്രയാസപ്പെടുത്തുക എന്നൊക്കെ പറയുന്നത്. അപ്പം അതുകൊണ്ട് ഉപദേശങ്ങളൊക്കെ നിങ്ങൾ ആവാം, പക്ഷേ അതവരുടെ വ്യക്തിത്വത്തെ നോവിക്കുന്ന രീതിയിലാവാൻ പാടില്ല ഒരിക്കലും. ഇത് ഞാൻ പറയാൻ കാരണം, ഒരിക്കലും ഒരു മോനോട് മോനെ നീ എങ്ങനെ ഇത്രത്തോളം MDMA ഉപയോഗിക്കുന്ന ഒരവസ്ഥയിലേക്ക് എത്തിയെന്ന് ചോദിച്ചപ്പം, എങ്ങനെയാണ് ഇതിലേക്കുള്ളൊരു വഴി എന്ന് ചോദിച്ചപ്പോൾ ആ മോൻ പറഞ്ഞത്, ടീച്ചറെ 3 സമയത്താണ് ഞങ്ങൾക്ക് സ്ഥിരമായിട്ട് ലഹരി ഉപയോഗിക്കാൻ തോന്നുക. ഒന്നാമത്തത് സിംഗിൾ ട്രൈ എന്നാണ് പറഞ്ഞത്. സിംഗിൾ ട്രൈ എന്ന് പറയുമ്പോൾ ഒറ്റയടിക്ക് നീ ജസ്റ്റ് ഒന്ന് നോക്കി എന്താ ഇത് എന്ന് നിനക്കും അറിയണ്ടേ, ഒരു ചെറിയ ഈ ഒരു പൊടിയുടെ ചെറിയൊരു അംശം മാത്രം മതി, അത് ഉപയോഗിച്ച് നോക്കിയാൽ മതി, പിന്നെ നീ ഇതിലേക്ക് വരണമെന്നില്ല എന്ന് പറഞ്ഞിട്ട് ആദ്യമായിട്ട് ഞങ്ങൾ ഇതിലേക്ക് ഇറക്കും. രണ്ടാമത്തത്
പിന്നെ അത് തുടർന്ന് പോരുകയും ചെയ്യും. രണ്ടാമത്തത് എക്സാമുകളുടെ സമയത്ത് വലിയ പ്രയാസം വരുന്ന സമയത്ത് മാത്തമാറ്റിക്സ് നിനക്ക് ബുദ്ധിമുട്ടാണോ, ഒരു പ്രശ്നമില്ല, ഇതങ്ങോട്ട് വലിച്ചു കഴിഞ്ഞാൽ പിന്നെ നിനക്ക് എന്താണോ നീ പഠിക്കുന്നത് അത് നിൻ്റെ തലയിൽ അവിടെ നിൽക്കും. എക്സാം പേപ്പർ കാണുന്ന സമയത്ത് സുഖമായിട്ട് അതിലേക്ക് പകർത്താനും പറ്റും, ഒരു പ്രശ്നം ഉണ്ടാവില്ല. അതുകൊണ്ട് ധൈര്യത്തിന് വേണ്ടിയിട്ട് ഇത് ഉപയോഗിക്കാൻ പറയും. മൂന്നാമത്തതാണ് എനിക്ക് നിങ്ങളുടെ മുന്നിൽ സീരിയസ് ആയിട്ട് പറയാനുള്ളത്. ഇവൻ പറഞ്ഞത്, ടീച്ചറെ ചിലപ്പോൾ ഞങ്ങളുടെ മാതാപിതാക്കൾ അവരുടെ ഭാഗത്തും തെറ്റുണ്ടാവും, പക്ഷെ അതങ്ങോട്ട് അംഗീകരിച്ച് തരൂല. അത് അംഗീകരിക്കാൻ അവർക്ക് കുറച്ച് ബുദ്ധിമുട്ടാണ്. ന്യായം ഞങ്ങളുടെ ഭാഗത്താണെങ്കിലും ഞാൻ പറഞ്ഞതുപോലെ അങ്ങോട്ട് കേട്ടാൽ മതി, അതിനപ്പുറം ചോദ്യം പറച്ചിലൊന്നുമില്ല എന്ന് പറഞ്ഞിട്ട് എപ്പോഴും ഞങ്ങളെക്കാൾ ഒരു അടി മേലെയാണ് അവർ നിൽക്കുക. ചില സമയത്ത് അവർ ഞങ്ങളെ അടിക്കുകയും ചെയ്യും, ചില സമയത്ത് മറ്റുള്ള കൂട്ടുകാരുടെ മുന്നിൽ വെച്ച് കുടുംബക്കാരുടെ മുന്നിൽ വെച്ച് കളിയാക്കുകയൊക്കെ ചെയ്യും. പക്ഷെ അപ്പോഴൊന്നും തിരിച്ച് പ്രതികരിക്കാൻ കഴിയാത്തൊരവസ്ഥയിൽ ഞങ്ങൾ വല്ലാതെ ഇങ്ങോട്ട് ഞെരുങ്ങിപ്പോവും. ഞങ്ങളുടെ മനസ്സിങ്ങനെ ഞെരുങ്ങിപ്പോയി എങ്ങനെയെങ്കിലും ഈ മാതാപിതാക്കൾക്ക് പ്രതികാരം ചെയ്യണം എന്നുള്ള വാശിയിൽ പുറത്ത് പോയിട്ട് ഇത്തരം സോഴ്സുകൾ ഞങ്ങൾ ഉപയോഗിക്കും. എൻ്റെ കുട്ടി MDMAയും ഇതുപോലെയുള്ള ലഹരിയും ഉപയോഗിക്കുന്ന ഒരാളാണ് എന്ന് എൻ്റെ മാതാപിതാക്കൾ അറിഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് വേദന ഉണ്ടാവുമല്ലോ, ആ വേദനയിൽ ഞങ്ങൾ സന്തോഷിക്കും. അതുകൊണ്ട് കുറച്ചൊക്കെ നമ്മുടെ വാതിലുകളും തുറന്നിടുക. ശരിയാണോ മോനെ, ശരിയാണല്ലേ, എൻ്റെ അടുത്തൊരു തെറ്റ് വന്നുപോയി, ഉമ്മ അങ്ങനെയല്ല പറയേണ്ടിയിരുന്നത്, ഉമ്മ ആ സമയത്ത് അങ്ങനെ പറഞ്ഞുപോയി, എൻ്റെ തെറ്റ് മക്കൾ തിരുത്തി തന്നത് നന്നായി, നിങ്ങളിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് എവിടെ എപ്പോഴൊക്കെയാണോ ഉമ്മയുടെ ഉപ്പയുടെ അടുത്തൊക്കെ ഇങ്ങനെ തെറ്റുകൾ കാണുന്നത് ഞങ്ങൾക്ക് പറഞ്ഞു തരണേ എന്നൊക്കെ പറഞ്ഞ് ഒരു വാതിൽ നമ്മളും ഇങ്ങോട്ട് തുറന്നിട്ട് കഴിഞ്ഞാൽ അവരുടെ തിരുത്താൻ പോകുമ്പോൾ അവരും അതിന് അനുവദിക്കും, സമ്മതിക്കും. അപ്പോൾ ആ രീതിയിലുള്ള ഒരു രക്ഷാകർതൃത്വം മാത്രമേ ഇനി സാധ്യമാവുകയുള്ളൂ. അറിഞ്ഞുകൊണ്ട് അടുത്തിടപഴകി സ്നേഹം മാത്രം കൊടുത്തുകൊണ്ടുള്ള ഒരു രക്ഷാകർതൃത്വമാണ് ഇനി സാധ്യമാവുക. ആ ഒരു അവസ്ഥയിലേക്ക് നമ്മുടെ ജീവിതത്തെ ചിട്ടപ്പെടുത്തുക. മക്കളിരിക്കുന്നുണ്ട്, മക്കളോട് എനിക്ക് പറയാനുള്ളത്, നമ്മുടെ തൊട്ടടുത്ത പ്രദേശങ്ങളിൽ തന്നെ പലതരത്തിൽ തെറ്റുകളിലേക്ക് നിങ്ങളെ വലിച്ചിഴച്ചുകൊണ്ടിരിക്കുന്ന ഒരുപാട് റാക്കറ്റുകളുണ്ട്. അത് ആൺകുട്ടികളെ ആയിക്കോട്ടെ പെൺകുട്ടികളെ ആയിക്കോട്ടെ. പെൺകുട്ടികളാണ് ഏറ്റവും കൂടുതൽ ലഹരി ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്നത്. അവർക്ക് പുറത്ത് സ്കൂട്ടിയുടെ മേലെ ഇങ്ങനെ ഇരുന്നിട്ട് പിന്നെ 2-3 ഗേൾസിന് ഒരുമിച്ച് ഇങ്ങനെ വൈകുന്നേരമൊക്കെ ഇരുന്നിട്ട് ഇതിൻ്റെ ചെറിയ ചെറിയ പ്രൊഡക്റ്റ് ഉപയോഗിച്ച് നോക്കാനൊന്നും കഴിയില്ല. നാട്ടുകാരെന്തവിടെ കൂടിയിരിക്കുന്നത് നിങ്ങൾ എന്ന് ചോദിക്കും. ആൺകുട്ടികളാവുമ്പോൾ അവർക്ക് ചെറിയ ചെറിയ രീതിയിലൊക്കെ ഉപയോഗിക്കുമ്പോൾ അവിടെ ഇവിടെയൊക്കെയുള്ള ഹോട്ട്സ്പോട്ടുകളിൽ അവർ പോയി ഇരിക്കുമ്പോൾ ആരും ചോദ്യം ചെയ്യില്ല. പക്ഷെ പെൺകുട്ടികളിങ്ങനെ ഇരിക്കുന്നത് കാണുമ്പോൾ അവരെ ചോദ്യം ചെയ്യും എന്നുള്ളത് കൊണ്ട് പെൺകുട്ടികൾ, ഇതൊക്കെ അനുഭവങ്ങളാണ്, പെൺകുട്ടികൾ സ്ഥിരമായിട്ട് നേരെ ഡയറക്റ്റായിട്ട് ഏറ്റവും ഇൻറ്റൻസിറ്റിയുള്ള ലഹരി ഏതാണോ അതിലേക്കാണ് പോവുക. കാരണം അവരൊറ്റയടിക്ക് പിന്നെ ഡയറക്റ്റ് കിട്ടണം. കൂടുതൽ സമയം അവർക്ക് ഇങ്ങനെ ആലോചിക്കാനോ ഇരിക്കാനോ ഒന്നും ഉണ്ടാവില്ല. അതേപോലെ തന്നെ പെട്ടെന്ന് അവരെ ഏജൻറ്റുമാരാക്കി മാറിക്കഴിഞ്ഞാൽ ഇത്തരം ഒരുപാട് സെലിബ്രേഷൻ, ഇപ്പോൾ ഓരോ കിറ്റിന് ഒരുപാട് വിലയുണ്ട്, 2000-2500 വില വരുന്ന സെലിബ്രേഷൻ കിറ്റുകളും കേക്കുകളൊക്കെ വാങ്ങണമെന്നുണ്ടെങ്കിൽ കയ്യിൽ പൈസ ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ വാഹകരായി മാറിക്കഴിഞ്ഞാൽ നടക്കുകയും ചെയ്യും. അപ്പോൾ ഈ പ്രദേശത്ത് തന്നെ കഴിഞ്ഞ റമദാൻ മാസത്തിൽ അവസാനത്തെ 10 ഒറ്റപ്പെട്ട രാവിലെ എൻ്റെ അടുത്ത് ഒരു മോൻ പറഞ്ഞതാണ്, ഒറ്റപ്പെട്ട രാവിലെ മക്കൾ പിന്നെ പള്ളിയിൽ ഇരിക്കുകയാണ്, ഇത്തിക്കാഫിന് ഇരിക്കുന്ന സമയത്ത് 3 പേരുണ്ട്, 3 കുട്ടികളുണ്ട്. അവരൊരുമിച്ച് പുറത്തേക്ക് ഇറങ്ങുന്നു. നമ്മുടെ നാട്ടിൽ കേട്ടോ, വേറെ എവിടെയല്ല, നമ്മുടെ നാട്ടിൽ അവരൊരുമിച്ച് പുറത്തേക്ക് ഇറങ്ങുന്നു. 2 മണിയാണ് സമയം. മൂത്രമൊക്കെ ഒഴിച്ചിട്ട് പിന്നെ ഒതൊക്കെ എടുത്ത് അകത്തേക്ക് കയറാൻ ഒരുങ്ങുന്ന സമയമാണ്. അവരൊന്ന് പുറത്തൊക്കെ ഇറങ്ങി ഇങ്ങനെ നോക്കി. പള്ളിയുടെ മുറ്റത്ത് തന്നെയാണ്, പള്ളിയുടെ തിണ്ടിൽ ബൈക്കിൽ 3 പേര് വരുന്നു. ഇവർക്ക് വേണോ എന്ന് ചോദിക്കുന്നു, പ്രൊഡക്റ്റ് എടുത്ത് കാണിച്ചു കൊടുക്കുന്നു. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്, ഏതാ ദിവസം, ഏതാ സമയം, ഏതാ നേരം. അപ്പോൾ അവൻ പറഞ്ഞത് ഈ 3 പേരും മുസ്ലിംസാണ് എന്നാണ്. അപ്പോൾ 21 മുതലുള്ള ഇത്തരത്തിലുള്ള ഒറ്റപ്പെട്ട രാവുകളിൽ നമ്മുടെ ചെറുപ്പക്കാർ പള്ളികളുടെ പരിസരങ്ങളിലും ഉണ്ടാവുമെന്നുള്ളത് വ്യക്തമായി ബോധമുള്ളത് കൊണ്ടാണ് അവരിറങ്ങിയിട്ടുള്ളത്. വീട്ടിൽ നിന്ന് കുട്ടികൾ മാറി നിന്നുകൊണ്ട് ഇത്തരം സാഹചര്യങ്ങൾ ഇപ്പോൾ പള്ളികൾ വരെ കേന്ദ്രീകരിച്ചും മറ്റു പല സ്ഥലങ്ങൾ കേന്ദ്രീകരിച്ചും ആൺകുട്ടികളെയും പെൺകുട്ടികളെയും വലയിലാക്കാനും വശത്താക്കാനൊക്കെ ഒരുപാട് ജീർണിച്ച കുറേ ആൾക്കാർ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇലക്ട്രോണിക് പിശാചുക്കൾ ഒരുപാട് വാഴുന്നുണ്ട്. അതുകൊണ്ട് പ്രിയപ്പെട്ട രക്ഷിതാക്കൾ കണ്ണും കാതും തുറന്നിരിക്കുക. മക്കളോടും രക്ഷിതാക്കളോടൊക്കെ എനിക്ക് പറയാനുള്ളത്, ബിസിനസ് നടക്കും, കച്ചവടം നടക്കും, ഈ ലോകം അങ്ങനെയൊക്കെ തന്നെ പോവുള്ളൂ, വലിയ മാറ്റമൊന്നും സാധ്യതയില്ല. പക്ഷെ നമുക്ക് നമ്മളായിട്ട് ഇസ്ലാഹി കുടുംബങ്ങളിൽ ചലനമുണ്ടാക്കി കഴിഞ്ഞാൽ അത് വലിയൊരു മാതൃകയായിരിക്കും ലോകത്താകമാനം. ഏറ്റവും നല്ല മികച്ച മാതൃക കാണിച്ചുകൊണ്ട് നന്മ ഉപദേശിച്ചുകൊണ്ട് ലോകത്ത് തന്നെ എല്ലാവർക്കും
അവരവർക്ക് അവരവരുടെ ജീവിതത്തിൽ അനുകരിക്കാൻ പറ്റിയ ഏറ്റവും നല്ല റോൾ മോഡലുകളായിട്ട് മാറാൻ രക്ഷിതാക്കൾക്കും അതുപോലെ തന്നെ മക്കൾക്കും കഴിയട്ടെ. എല്ലാ തരത്തിലുള്ള ജീർണതകളിൽ നിന്നും പടച്ച തമ്പുരാൻ നമ്മെ നമ്മുടെ കുടുംബത്തെയും കാത്ത് രക്ഷിക്കുമാറാകട്ടെ. വാഹിർ ദഅ്വാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.